ആദ്യം ചെറിയ പ്രയർ. ശരിക്കും ഫോർവേഡാണ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത്രയും പേര്, ഞാനൊരു 10 പേര് വരുമായിരിക്കും എന്നിട്ട് ഇവരോട് പറഞ്ഞു. പക്ഷെ സോ ഹാപ്പി, സോ സർപ്രൈസ്. ഇങ്ങനെയൊരു സംഘടിപ്പിക്കാനായിട്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം സെബാസ്റ്റ്യൻ സാറ് വിളിച്ചപ്പം ഇപ്പോൾ ഞാൻ മീറ്റിംഗ് ഒന്നും കൂടുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം സാറിന് അതിന് റിലേറ്റീവ് നിന്ന് ഇറങ്ങാൻ നേരം കിട്ടത്തില്ല, അതുകൊണ്ടാണ് പലതും നടക്കാതെ പോകുന്നത്. അപ്പം വലിയ തിരക്കില്ലാത്ത ദിവസം എക്സാംസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ സാറിന് അങ്ങനെ ഒരു മോട്ടിവേഷൻ അങ്ങനെ കിട്ടിയപ്പം പെട്ടെന്ന് അവിടെ നോക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഫെബ്രുവരി ലാസ്റ്റ് വെനസ്ഡേ നമുക്ക് ഫിക്സ് ചെയ്യുക, ചുമ്മാ പറഞ്ഞു. അങ്ങനെ അത് യാഥാർത്ഥ്യമായിരുന്നു. എന്തായാലും ഏറ്റവും വലിയ സന്തോഷം ടീച്ചറിൻ്റെ കൂടെ നമുക്ക് ഇത്തരം ഇരിക്കാനായിട്ട് പറ്റില്ല. ഞാനിടയ്ക്ക് ടീച്ചറിനെ അവിടെ കാണുന്നുണ്ട്, ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്, അധ്യക്ഷനായിട്ട് നമ്മൾ ഉദ്ഘാടകനും അധ്യക്ഷനും ചീഫ് ഗസ്റ്റും എല്ലാമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ പല സഹപ്രവർത്തകൻ സ്റ്റീഫൻ സാറിനെയാണ്. നമുക്കറിയുന്ന പല ലോകത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ എവിടെയാണെങ്കിലും പല അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്റ്റീഫൻ സാറും അവരുടെ ടീമും സ്റ്റീഫൻ സാറിൻ്റെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്, അഹന്തയുണ്ട്, നമുക്കത് പറയാനായിട്ട് സാധിക്കും. എനിക്ക് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് ബ്രില്യന്റിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സെന്റ് മേരീസ് കാരണമാണ് സ്റ്റീഫൻ സാറ്. സ്റ്റീഫൻ സാറെന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിലും പക്ഷെ ഞാൻ ബ്രില്യന്റിലാകില്ല, പോകത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്, ഞാൻ ബ്രില്യന്റിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീഫൻ സാറ് കാരണമാണ്, അത് സ്റ്റീഫൻ സാറ് കാരണമായത് അത് സെന്റ് മേരീസ് കാരണമാണ്. അപ്പോൾ ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്, ഞാനത് എപ്പോഴും പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റീഫൻ സാറിനെ നിറഞ്ഞ മനസ്സാണ് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു.